ആഗോളതലത്തിൽ ഈ തുറമുഖ സർക്യൂട്ടിലെ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ഗുണഫലങ്ങളാണ് കേരളത്തിന് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്? എന്താണ് വിഴിഞ്ഞം തുറമുഖം നമ്മുടെ മുന്നിൽ തുറന്നിടുന്ന സാധ്യതകൾ? നിരവധി സാധ്യതകളുള്ളതായി ഞങ്ങൾ ഇതിനകം ഒരുപാട് വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വളരെ ഫെമിലിയറാണ്, മീഡിയയ്ക്ക് അതിനേക്കാൾ ഫെമിലിയറാണ് നമ്മുടെ സാധ്യതകൾ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളമുണ്ട് എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. കഴിഞ്ഞ ദിവസം നെയ്യം എന്ന് പറയുന്ന ഒരു 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പയ്യൻ നമ്മുടെ മന്ത്രിമാരോ ആരോ പറയുന്നു 2000 കണ്ടെയ്നറുമായിട്ടുള്ള ഒരു മദർ വെസൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചു, അങ്കിളെ ഈ മദർ വെസൽ എന്ന് പറയുന്നത് 2000 അല്ലല്ലോ, അതിനേക്കാൾ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംശയം ഉന്നയിച്ചു. അപ്പോൾ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു പോലും ഇന്ന് കുറഞ്ഞ പക്ഷം തിരുവനന്തപുരത്തെ സമൂഹമെങ്കിലും നമ്മുടെ ഈ വരാൻ പോകുന്ന വികസനത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയും വലിയ അറിവും നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്, വലിയൊരു ചാരിതാർത്ഥ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഫലം കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഗോപീഷൻ ചോദിച്ചത് സാധ്യതകളുടെ ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കുന്നു എന്നുള്ളതാണ്. സാധ്യതകൾ നേരത്തെ തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരുന്നതാണ്, നമ്മൾ ഉപയോഗപ്പെടുത്താൻ വളരെ വൈകി എന്നുള്ളതാണ് വിഷയം. ഇപ്പോഴെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ 2024 ആദ്യത്തെ കപ്പൽ വരാൻ കഴിഞ്ഞത് തന്നെ ഒരു നമ്മുടെ വലിയ ഭാഗ്യമായി കരുതണം. കാരണം ഇത് വരാതിരിക്കുവാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മളത് ജാഗ്രതയോടെ അതിജീവിച്ചാൽ മാത്രമേ ഈ സ്വപ്നം, എല്ലാവരും സ്വപ്നമായി കാണുന്ന ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്തർദേശീയ കപ്പൽപാതയുടെ ലോകത്തിൻ്റെ ഏകദേശം ചൈനയും യൂറോപ്പും അതിൻ്റെ മധ്യത്തിലുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന ഒരു കപ്പൽപാതയാണ് നമ്മുടേത്. നമ്മൾ ഇത്രയും നാളത് അവഗണിച്ചു. ഇനി അത് ചെയ്യാതെ നമ്മൾ പരമാവധി ഇതിൻ്റെ പ്രയോജനം ഏറ്റെടുക്കുവാൻ ഇപ്പോൾ 1ാം തരം ഒരു പോർട്ട് വളരെ പരിമിതമാണ്, വളരെ ലിമിറ്റഡാണ് അതിൻ്റെ ഫെസിലിറ്റി. 400 മീറ്റർ 800 മീറ്റർ വാർഫ്, 2000 മീറ്റർ ബ്രേക്ക് വാട്ടർ പരിമിതമാണ്. പക്ഷെ നമുക്ക് തുടങ്ങാം. ചൈനയിലെ നമ്മളെ പോലുള്ളൊരു പോർട്ട് മാക്സിമം ഷാങ്ഹായി ഈ 5 മാസത്തിനുള്ളിൽ അവർ കൈകാര്യം ചെയ്തത് ഏകദേശം 2.3 കോടി കണ്ടെയ്നറാണ്. 2.3 കോടി കണ്ടെയ്നർ. അപ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പിടികിട്ടുന്നുണ്ടല്ലോ, നമുക്ക് എത്രത്തോളം വളരാൻ കഴിയും. നമ്മുടെ വിഴിഞ്ഞം കേവലം 10 ലക്ഷമാണ് ഫസ്റ്റ് സ്റ്റേജിൽ, 10 ലക്ഷം. അപ്പം നമുക്ക് എന്തുമാത്രം വളരാൻ കഴിയും എന്നുള്ളതാണ് ഈ കണക്കിലൂടെ ബോധ്യപ്പെടുന്നത്. ഒരു വലിയ റീജിയനെ നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റിനെ നമുക്ക് ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ വളർത്താൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമായി നമുക്ക് കേരളത്തെയും സൗത്ത് ഇന്ത്യയും മാറ്റാൻ പറ്റും. പക്ഷെ ഒരു വലിയ വിഷൻ നമുക്ക് വേണം. ഈ ഒരു വലിയ സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ പ്രധാന കപ്പൽ പാതയുടെ ഓരത്തിരുന്ന് ഇങ്ങനെ ഒരു ഫെസിലിറ്റി, ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് വലിയ പഠനങ്ങളും വലിയ ആലോചനകളുടെയും ആവശ്യമുള്ള നാളുകളാണ് ഇനി വരുന്നത്. എല്ലാം അദാനി ചെയ്തുകൊള്ളും എന്നുള്ളൊരു കോംപ്ലസൻസി ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ് വളരെ പ്രോ ആക്റ്റീവായിട്ട് ഈ പറയുന്ന ഒരു ഡെഡ് ലൈനിൽ ഇത് കപ്പലടിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിക്കും അതൊരു ബെനിഫിറ്റായി മാറുന്നിടത്താണ് ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണ അർത്ഥം കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു കണ്ണായ സ്ഥലത്ത്, ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചെറുതായിട്ട് തുടങ്ങി പതിയെ നമുക്ക് വളർന്നാൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മുത്തായിട്ട്, ഇവിടെ ക്രൂ ചേഞ്ച് നടന്ന സമയത്ത് ഈ ട്രേഡിൻ്റെ നമ്മുടെ ക്യാപ്റ്റന്മാരുടെ അഖിലേന്ത്യാ നേതാവായ ശ്രീ സഞ്ജയ് പഷാർ, ക്യാപ്റ്റൻ സഞ്ജയ് പഷാർ പേരിട്ട എന്താണെന്നറിയാമോ? നമ്മുടെ പോർട്ടിനെ കുറിച്ച്, നമ്മുടെ ഈ ക്രൂ ചേഞ്ച് നടന്ന ഫിഷിംഗ് ഹാർബറിനെ കുറിച്ച് അദ്ദേഹത്തെ പേര് ഡാർലിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ഡാർലിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ.
എന്ത് സൗകര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫിഷിംഗ് ഹാർബറിൻ്റെ ഒരു ചെറിയ വാർഫ്, അവിടെയുള്ള ആ സൗകര്യത്തിന് പോലും അവരിട്ട പേര് ഡാർലിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇത്രയും സൗകര്യമുള്ള ഒരു പോർട്ടില്ല. വാർഫിന് നീളം കാണും, ബ്രേക്ക് വാട്ടറിന് നീളം കാണാം, അല്ലെങ്കിൽ ഹിൻഡർലാൻഡിൽ ഒരുപാട് കണക്ടിവിറ്റി ഉണ്ടാവാം, ഒരുപാട് ലാൻഡ് ഉണ്ടാവാം. പക്ഷേ ഈ ഇൻ്റർനാഷണൽ സീ റൂട്ടിൽ നിന്ന് ഇത്രയും ടേൺ അറൗണ്ട് ടൈം എന്ന് പറയും, വളരെ പെട്ടെന്ന് വന്ന് കാര്യം നിർവഹിച്ച് തിരിച്ചു പോകാൻ കഴിയുന്ന സ്ട്രാറ്റജിക്കലി ഐഡിയൽ ലൊക്കേഷൻ. അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വപ്നങ്ങൾ എത്രത്തോളം നെയ്യാൻ പറ്റുമോ, സ്വപ്നങ്ങൾ എത്രത്തോളം കാണാൻ പറ്റുമോ, അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷേ അതിന് ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ റോൾ രണ്ട് ഗവൺമെൻറ്റും, ഞാൻ പറയുന്നത് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, രണ്ടുപേരും വലിയ തോതിലുള്ള ഒരു ജാഗ്രത, വലിയ തോതിലുള്ള ഒരു പരിഗണന ഈ പ്രോജക്റ്റിന് നൽകി അതിനെ വളർത്താൻ ശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയുടെ മുഴുവൻ രക്ഷയ്ക്ക്, ഇന്ത്യയുടെ മുഴുവൻ മോചനത്തിന് ഉതകുന്ന ഒരു പ്രൊജക്റ്റായിട്ട് മാറും. ഞങ്ങൾ ഈ ക്യാമ്പയിൻ തുടങ്ങുന്ന കാലത്തൊക്കെ ഞങ്ങൾ പറയുന്നത് ഇന്ത്യക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഈ കഴിഞ്ഞ 30 വർഷമായി നമ്മൾ നടത്തിയ സമരം, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. അതിൻ്റെ തുടക്കം ജൂലൈ 11 കപ്പലെടുത്തു, ജൂലൈ 12 ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി ഇപ്പോൾ തന്നെ 4 കപ്പലുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നാലെ വരുന്ന 3 കപ്പലുകൾ കൂടി വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് MSCയുടെ കപ്പലുകൾ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എല്ലാ കമ്പനികൾക്കും വിഴിഞ്ഞത്തെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. സിംഗപ്പൂർ കൺജസ്റ്റഡ് ആണ്, കൊളംബോ കൺജസ്റ്റഡ് ആണ്. അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ഡെസ്റ്റിനേഷൻ എല്ലാ കപ്പൽ കമ്പനികളും ആഗ്രഹിക്കുന്നുണ്ട്. റെഡ് സീയുടെ പ്രോബ്ലം, എല്ലാ ഡീവിയേഷനും സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന തരത്തിലാകുന്നത് കൊണ്ട് എല്ലാവർക്കും പുതിയൊരു ഡെസ്റ്റിനേഷൻ പോർട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് വിഴിഞ്ഞത്തിന് വളരെ അനുകൂലമായ ഒരു ഘടകമാണ്. ഇതുപയോഗപ്പെടുത്തുവാൻ അദാനി ഗ്രൂപ്പ് തീർച്ചയായിട്ടും ശ്രമിക്കും. അതുമാത്രം പോരാ, നമ്മൾ ഈ റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, റിംഗ് റോഡ് തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചറും വളരെ വേഗത്തിൽ അത്തരം ഇതിനോടനുബന്ധമായി ഒരുങ്ങേണ്ട സൗകര്യങ്ങളെ കുറിച്ച് കൂടിയാണ് ശ്രീ ഏലിയാസ് ജോൺ ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന സവിശേഷതയാണല്ലോ വിഴിഞ്ഞത്തിനുള്ളത്. അതേക്കുറിച്ച് താങ്കൾക്ക് പറയാൻ പറ്റും, ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്നതിൻ്റെ സവിശേഷതകൾ. ഞങ്ങൾ ഈ പ്രചരണം തുടങ്ങുന്ന കാലത്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു വിഷയം അതാണ്. പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒരു തുറമുഖത്തിൻ്റെ ആഴം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ കമ്പാരിറ്റീവ് ചാർട്ട് ഉണ്ടാക്കി. മുംബൈക്ക് JNPTക്ക് എത്ര ആഴമുണ്ട്, മംഗലാപുരത്തിന് എത്ര ആഴമുണ്ട്, ഗുജറാത്തിലെ മുണ്ട്ര പോർട്ടിന് എത്ര ആഴമുണ്ട്, ഇവിടെ തൂത്തുക്കുടിക്ക് എത്ര ആഴമുണ്ട്, കൊച്ചിക്ക് എത്ര ആഴമുണ്ട്, ഇന്ത്യയിലെ എല്ലാ പോർട്ടുകൾ, അന്ന് 12 ആയിരുന്നു നമ്മുടെ ഒരു ഓർമ്മ, 12 പോർട്ടുകളുടെയും ആഴം. ഇതിൻ്റെ താരതമ്യം വെച്ചുകൊണ്ട് ദുബായിയുടെ ആഴം എത്രയാണ്, സിംഗപ്പൂരിൻ്റെ ആഴം എത്രയാണ്, കൊളംബോയുടെ ആഴം എത്രയാണ്, ഇത് ഞങ്ങൾ ചാർട്ടുണ്ടാക്കി ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വിഴിഞ്ഞത്തിനുള്ള അട്രാക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനിലൊന്ന് ഈ പറയുന്ന 20 മുതൽ 24 വരെ എടുക്കാവുന്ന ഒരു ആഴമുണ്ട്. അത് സ്വാഭാവിക ആഴമാണ്, ഒരു ഡ്രഡ്ജിങ്ങും വേണ്ട. ക്യാപിറ്റൽ ഡ്രഡ്ജിങ്ങും മെയിൻ്റനൻസ് ഡ്രഡ്ജിങ്ങും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാര്യവും വിഴിഞ്ഞത്ത് വേണ്ട. അത്യാവശ്യം ലെവലാക്കാനുള്ള ഒരു ഡ്രഡ്ജിങ് മാത്രമാണ് വിഴിഞ്ഞത്ത് നടന്നത്. ഇനി ഒരു മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് എന്ന് പറയുന്ന ഒരു വിഷയം വിഴിഞ്ഞത്ത് ആവശ്യമില്ല. വല്ലപ്പോഴുമൊക്കെ അതിൻ്റെ അടിത്തട്ട് നേരെയാക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ പ്രവർത്തനത്തിനപ്പുറം ഒരു ബജറ്റ് പോലും നീക്കി വയ്ക്കേണ്ടത്. നമുക്ക് വല്ലാർപാടത്ത് 100 കോടി രൂപയാണ് ഒരു വർഷത്തെ ഡ്രഡ്ജിങ് ചെലവ്. അങ്ങനെ നോക്കുമ്പോൾ വിഴിഞ്ഞത്ത് 1 പൈസ പോലും ഡ്രഡ്ജിങ്ങിന് വേണ്ടി ചിലവാക്കാത്ത സ്വാഭാവികമായ ആഴം 18, 20, 24 ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തെത്തുമ്പോൾ അത് 20ഉം 24ഉമായിട്ട് മാറാം. വാർഫിൻ്റെ സൈഡിൽ 18 ഈസി ആയിട്ട് ലഭിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സാൻ ഫെർണാണ്ടോയുടെ ഞാൻ അറിഞ്ഞിരിക്കുന്ന അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ് 13.2 മീറ്ററാണ്. ഇത്രയും കണ്ടെയ്നർ കയറ്റി വരുന്ന കപ്പലിന് വേണ്ടത് 13.2 മീറ്ററാണ്. നമുക്കിപ്പോൾ തന്നെ വളരെ സേഫായിട്ട് 18 മീറ്റർ ആഴമുണ്ട്. ഏറ്റവും വലിയ മദർ വെസലിനെയും MSC ഐറിന എന്ന് പറയുന്ന 24,326 കണ്ടെയ്നർ 316 കണ്ടെയ്നർ ശേഷിയുള്ള MSC ഐറിനെ പോലും ഇന്ന് കയറ്റാം നമുക്ക്. അപ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഏറ്റവും നല്ല ആഴമുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ കൊളംബോയെക്കാളുമുണ്ട്, ദുബായെക്കാളുമുണ്ട്. സിംഗപ്പൂരെല്ലാം മെയിൻറ്റെയിൻ ചെയ്താണത് നിലനിർത്തുന്നത്. നമുക്ക് അത്തരത്തിലൊരു വലിയ അനുഗ്രഹം നമ്മുടെ പ്രദേശത്തിന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.